അപ്പോൾ ഫ്രണ്ട്സ്, എല്ലിവേർട്ട് വേവ് തിയറിയെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലിവേർട്ട് തിയറി കണ്ടുപിടിച്ചത് റാൽഫ് നെൽസൺ ഇല്ലിയോട്ട് എന്ന ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഇദ്ദേഹം ഒരു ട്രേഡർ ആയിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ 58ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് കടുത്ത അസുഖം മൂലം കിടപ്പിലായി. ആ സമയത്ത് അദ്ദേഹം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ചാർട്ടുകൾ പഠിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഡൗ ജോൺസിൻ്റെ 75 വർഷം വരെ പിറകിലേക്കുള്ള ചാർട്ടുകളും അതിൻ്റെ ഡീറ്റെയിലിങ്ങിനായി മാസങ്ങളുടെ ആഴ്ചകളുടെയും അരമണിക്കൂർ വരെയുള്ള ലൈവ് ചാർട്ടുകളും അദ്ദേഹം വരച്ച് പഠിച്ചു എന്നാണ് പറയുന്നത്. അതിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും റാൻഡമായിട്ട് ചലിക്കുന്നതല്ല. അതിൽ മനുഷ്യൻ്റെ സൈക്കോളജിയും ഭയവും അത്യാഗ്രഹവും ആവർത്തിച്ച് പ്രത്യേകമായ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. ആ പാറ്റേണിനെ അദ്ദേഹം വേവ്സ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ അദ്ദേഹം 1938 ദ വേവ് പ്രിൻസിപ്പിൾ എന്നൊരു ബുക്കാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകത്തിലാണ് ഈ വേവ്സിന് ഫിബൊനാച്ചിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുകയും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തത്. ഇന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ പോപ്പുലറായി നിലനിൽക്കുന്ന ഒരു തിയറി തന്നെയാണിത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. 1890കളിൽ ഡൗ തിയറി പ്രകാരം വിപണി ഒരു പ്രത്യേക ട്രെൻഡിൽ മുന്നോട്ടും അതുപോലെ തുടർച്ചയായ ഡൗൺ ട്രെൻഡുകളും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. നെൽസൺ എല്ലിയറ്റ് അതിനെ വിശദമായി പഠിക്കുകയും എന്നാൽ അതിൽ ഓരോ ടൈം ഫ്രെയിമിലും, ചെറിയ ടൈം ഫ്രെയിമിലും വലിയ ടൈം ഫ്രെയിമിലും ഒരേ തരത്തിലുള്ള പാറ്റേണുകൾ ആവർത്തിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, നമുക്കറിയാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും ഒരു അപ്സൈഡ് മൊമെൻ്റ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റ്, അവിടെ നിന്ന് വീണ്ടും ഒരു അപ്സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ഉണ്ടാവും, അവിടെ നിന്ന് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ഉണ്ടാവും, ഒരു അപ്സൈഡിലേക്ക് മൊമെൻ്റ് ഉണ്ടാവും. ഇങ്ങനെ അവിടെ നിന്ന് ഒരു കറക്ഷൻ ഉണ്ടാവും, വീണ്ടും ഇങ്ങനെ ഇത്തരത്തിലാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെ ഈ മൂവ്മെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് വേവ് എന്ന് വിളിക്കുന്നു. കറക്ഷൻ മൂവ്മെൻറ്റ് സെക്കൻഡ്, തേർഡ് വേവ്, കറക്ഷൻ ഫിഫ്ത്ത് വേവ്. ഇത് ഒരു അപ് ട്രെൻഡ് സൈക്കിളാണ്. ഇനി അതിനുശേഷമുള്ള കറക്ഷൻ മൂവ്മെൻ്റ് ആണ് കറക്ഷൻ എ, അവിടുന്ന് തിരിച്ച് കറക്ഷൻ ബി, സി. ഈ 8 മൂവ്മെൻറ്റ് ചേരുന്നതാണ് ഒരു സൈക്കിൾ. മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്ന ഇല്ലിയോട്ട് വേവ് തിയറി പ്രകാരം 8 വേവ് ചേരുന്നതാണ് ഒരു സൈക്കിൾ പൂർത്തിയാവുക. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ട്രെൻഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ആക്ച്വലി നമ്മൾ ഏത് പൊസിഷനിലാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് ഈസി ആവൂലേ? നമുക്ക് ആ ട്രെൻഡിനനുസരിച്ചിട്ട് ഉള്ള ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് അത്ര ഈസി ആവും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ട്രേഡിങ് ചെയ്യുന്ന കാര്യമല്ല, ഈ ഡെയിലി ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് ട്രെൻഡിലാണ് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 15 മിനിറ്റിലേക്കോ 5 മിനിറ്റിലേക്കോ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ പാറ്റേൺസ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡിനൊപ്പം ആയിരിക്കണം. വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ട്രെൻഡിനൊപ്പം ആയിരിക്കണം നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇല്ലിയോട്ട് തിയറി പ്രകാരം മാർക്കറ്റിലെ ഈ അപ്പ് മൂവ്മെൻറ്റുകളെ ആക്ഷൻ എന്നും തിരിച്ചുള്ള റിവേഴ്സൽ ട്രേഡുകളെ റിയാക്ഷൻ എന്നും പറയുന്നു. 1 ആക്ഷൻ, 2 മുതൽ 3 വരെ ഉള്ളത് ആക്ഷൻ, 3 മുതൽ 4 വരെ ഉള്ളത് റിയാക്ഷൻ, വീണ്ടും ആക്ഷൻ. ഈ 5 വേവുകളെ ചേർന്നിട്ടാണ് ഒരു മോട്ടീവ് വേവ് എന്ന് പറയുന്നത്. ഈ 5 ആക്ഷനുകളും 3 ആക്ഷനുകളും 2 റിയാക്ഷനുകളും ചേർന്നതാണ് ഒരു മോട്ടീവ് വേവ്. അവിടെ നിന്നും തിരിച്ചുള്ള വേവ്സ് 1, 2, 3 ABC എന്ന് വിളിക്കും. എ, ബി, സി. ഈ മൂന്ന് വേവുകളെ കറക്റ്റീവ് വേവ്സ് എന്ന് വിളിക്കുന്നു. ഇതായിരിക്കും മാർക്കറ്റിൻ്റെ അടിസ്ഥാന പാറ്റേൺ. ആകെ 5 വേവുകൾ മോട്ടീവ് വേവ്സും 3 വേവുകൾ കറക്റ്റീവ് വേവ്സും. ഈ 8 വേവുകൾ ചേർന്നതായിരിക്കും മാർക്കറ്റിൻ്റെ അടിസ്ഥാന സൈക്കിളായിട്ടുള്ളത്. മാർക്കറ്റ് എപ്പോഴും 5 വേവ്സായിട്ട് മുകളിലേക്കും 3 വേവ്സായിട്ട് താഴേക്കും ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കഴിഞ്ഞു പോയ മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. അതിന് പ്രാക്ടീസ് ചെയ്യാതെ വേറൊരു മാർഗ്ഗവുമില്ല. പ്രാക്ടീസ് മാക്സിമം ചെയ്യുക, ഇതിൻ്റെ എല്ലാ സിനാരിയോസിനെയും പറ്റി പഠിക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് പാറ്റേൺ ഫോം ആകുമ്പോൾ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു പരുവത്തിലേക്ക് വന്നാൽ ഇത് പ്രൈസ് ആക്ഷന് ഏറ്റവും വലിയ ഗുണപ്രദമായ ഒരു തിയറിയാണ്. ഡയറക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ മുമ്പോട്ട് പഠിക്കുന്ന സമയങ്ങളിൽ ഇത് ഏറ്റവും ബേസിക് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ വേണം എപ്പോഴും അനലൈസ് ചെയ്യാൻ.
ഡെയിലിയോ ആഴ്ചയോ മാസമോ ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ആ ഓരോ നീക്കങ്ങളുടെ ആ ഓരോ വേവ്സിനിടയിലും സെയിം പാറ്റേൺ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഡെയിലിയിൽ നിന്ന് ഒരു 4 ഹവറിലേക്കോ 75 മിനിറ്റ്സിലേക്കോ 30 മിനിറ്റ്സിലേക്കോ 15 മിനിറ്റ്സിലേക്കോ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കോ ഏത് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന രീതിയിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓരോ വേവ്സിലും നമുക്ക് ഈ 5 വേവ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ ടൈം ഫ്രെയിമിൽ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ താഴെയുള്ള ഫ്രെയിമിലേക്ക് അനലൈസിങ് കൊണ്ടുവരാനായിട്ട്. ഇത് നിഫ്റ്റിയുടെ ഒരു 4 അവർ ചാർട്ടാണ്. ഈ ചാർട്ടിൽ നമുക്ക് ഈ മൊമെൻറ്റം കാണാം. 1 2 3 4 5. ഈ മൊമെൻറ്റം നമ്മൾ കുറച്ച് സൂം ചെയ്തിട്ട് ഈ ഓരോ വേവിലും സംഭവിച്ചിരിക്കുന്ന 5 വേവ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് 1 2 3 ഉണ്ടാവും. ഇതിൽ ഒരു 1 2 3 5 ഉണ്ടാവും. ഇതിൽ അതേപോലെ ഒരു ABC ഉണ്ടാവും. ഒരു റിട്രേസ്മെൻറ്റ് ഒരു ABC ഉണ്ടാവും. അങ്ങനെ ഓരോ ടൈം ഫ്രെയിമിലും ഇൻറ്റേർണലായിട്ട് എക്സ്ട്രാ സെയിം വേവ്സ് ഉണ്ടാവും. 3 4 5 അങ്ങനെ ഉണ്ടാവും. അതുപോലെ ABC ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ട എത്ര വലിയ ടൈം ഫ്രെയിമിൽ നിന്നും ഈ ടൈം ഫ്രെയിമിൽ പോലും ഉണ്ട്. ഇതിൽ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഒരു വേവിനകത്ത് ഉണ്ടാവും. ഈ 1 2 3 ഇതിലുണ്ടാവും. കറക്ഷൻ അതിലുണ്ടാവും. വീണ്ടും ഒരു 1 2 3 5 അതിലുണ്ടാവും. എങ്ങനെ ഇൻറ്റേർണലി എക്സ്ട്രാ വേവ്സ് സെയിം വേവ്സ് ഇതേ പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതെല്ലാം കൂടി കാണിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഫസ്റ്റിൽ തന്നെ ഇതിനകത്ത് ഓരോ മൂവ്സിനകത്തും ഇൻറ്റേർണൽ മൂവ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതിന് ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാൻ കഴിയും. ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈ ഒരു പ്രൈമറി മൂവ്, ഈ ഒരു വലിയ മൂവിനെ നമുക്ക് പ്രൈമറി മൂവ് എന്ന് വിളിക്കാം. ഇതിനകത്ത് ഓരോ ഡിഗ്രീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റ് മൂവിനെ നമ്മൾ പ്രൈമറി മൂവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൈമറി മൂവ് ഇപ്പോൾ നിഫ്റ്റിയുടെ റീസെൻ്റായിട്ട് ഈ റീസെൻറ്റ് ടൈമിൽ 2026 ജൂലൈയിലുള്ള ഗ്രാഫാണിത്. അപ്പോൾ ഫിഫ്ത്ത് മൂവ്മെൻറ്റ് ഇനി പെൻഡിങ് ആണോ, നമുക്ക് ഈ റൂൾസ് വെച്ചിട്ട് ഒരു കാരണവശാലും ഇതിന് താഴെ വരാൻ പാടില്ല മാർക്കറ്റ്. കാര്യം ഈ ഫോർത്ത് എന്നുള്ള റേഞ്ചിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്ട്രക്ചർ ഫെയിലായി എന്നാണ് അർത്ഥം. ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആവില്ല. ഈ സൈക്കിൾ 3യിൽ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സൽ ഈ ഒരു ഏരിയ വരെ റിവേഴ്സൽ സംഭവിച്ചേക്കാം റൂൾസ് പ്രകാരം. പക്ഷേ ഇത് 4 ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് 4 ആണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ 3 വേവ് ഇവിടെ ഈ 3 to 4 വേവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. എന്ന് മാത്രമല്ല ഈ വേവിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്ട്രക്ചർ ഇവിടെ ഫെയിലാവും. അത് ഫിബൊനാച്ചിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എലിവേറ്റ് വേവിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. റൂൾസുകൾ നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക. ഇത് പ്രൈമറി വേവാണ്. ഇതിനെ നമുക്ക് ഈ ഇലിവേറ്റ് വേവിൻ്റെ ഈ ടൂളിനകത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇലിവേറ്റ് വേവിൻ്റെ സെറ്റിങ്സിനകത്ത് പ്രൈമറി നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ കറണ്ട് ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 1 2 3 4 5 ഇങ്ങനെ വെച്ചോളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഇലിവേറ്റ് വേവിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സൈക്കിളിൽ നിന്നല്ല മാക്രോ മൂവ്സ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു മാക്രോ ജസ്റ്റ് ഇപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് മാക്രോ മൂവ്സ് ഒന്ന് ഞാൻ ആ ഒരു മൂവ്മെൻറ്റിന് അകത്തും അങ്ങനെ കൊടുക്കുന്നു. ഇതിനകത്തെല്ലാം ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് നമുക്ക് വേവ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന വേവ്സുകളെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിന് ഓരോന്നിനെ പറ്റിയിട്ടും നമുക്ക് ഇതിനകത്ത് റൂൾസുകളുണ്ട്, ഓരോന്നിൻ്റെ മൂവ്മെൻറ്റുകളുണ്ട്, എവിടെ വരെ റീട്രേസ്മെൻറ്റ് സംഭവിക്കാം എന്നുള്ളതെല്ലാം നമുക്ക് വരുന്ന അടുത്തടുത്ത വീഡിയോസിൽ പഠിക്കാം. അപ്പോൾ ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. വിപണിയുടെ പൊതുവായിട്ടുള്ള ഫസ്റ്റ് വലിയ ടൈം ഫ്രെയിമിലുള്ള അതേ പാറ്റേൺസ് ചെറിയ ടൈം ഫ്രെയിമിലും റിപ്പീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഈ മോട്ടീവ് വേവ്സ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ മോട്ടീവ് വേവ്സിനകത്ത് 5 റൂൾസ് ഉണ്ട്. അൺബ്രേക്കബിൾ ആയിട്ടുള്ള 5 റൂൾസ് ഉണ്ട്. ഈ റൂൾസിൽ ഏതെങ്കിലും ഒരു റൂള് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ
ആ മൂവ്മെൻറ്റ്, ആ ഒരു വേവ് 1 ഡിഗ്രി എന്ന് നമ്മൾ പറയുന്ന 5 മൂവ്മെൻ്റ് അടങ്ങിയ ആ ഒരു വേവ് ഫെയിലായി. ഈ 5 അൺബ്രേക്കബിൾ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് വേവിൻ്റെ റീട്രേസ്മെൻറ്റ്, പുൾ ബാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഫസ്റ്റ് വേവിൻ്റെ സ്റ്റാർട്ടിങ്ങിന് താഴെ പോകാൻ പാടില്ല. ആക്ച്വലി അത് വന്നിട്ട് ഒരു 50 അല്ലെങ്കിൽ 38% വന്നിട്ട് അവിടെ നിന്നാണ് ഇത് പുൾ ബാക്ക് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേവ് ഓക്കെയാണ്. ഇത് ഇൻവാലിഡ് ആണ്. അങ്ങനെ ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇൻവാലിഡ് ആണ്. ഫസ്റ്റ് വേവിൻ്റെ ആ ഒരു നിയമം പോലെ തന്നെ അവിടുന്ന് റിവേഴ്സ് പോകുമ്പോൾ തേർഡ് വേവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ വേവ് ആയിരിക്കില്ല. ഇത്തരത്തിലൊരു ചെറിയ വേവ്, ഫസ്റ്റ് വേവ് ഇത്രയും വന്നിട്ട് തേർഡ് വേവ് ഒരിക്കലും അതിലും ചെറിയൊരു വേവ് ആയിരിക്കില്ല. തേർഡ് വേവ് എപ്പോഴും കുറച്ച് വലിയ വേവ് ആയിരിക്കും. ഇങ്ങനെ തേർഡ് വേവ് വന്നിട്ട് റീട്രേസ്മെൻറ്റ് വന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലാണ്. 5 വേവ് ആയിട്ട് അതിനെ കൂട്ടാൻ പറ്റില്ല. തേർഡ് വേവ് എന്ന് പറയുന്നത് എപ്പോഴും വലിയ വേവ് ആയിരിക്കും. ഫോർത്ത് വേവ് എന്ന് പറയുന്നത് അതേപോലെ തേർഡ് വേവ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റീട്രേസ്മെൻറ്റ് ഒരിക്കലും ഈ ലെവലിന് താഴേക്ക് വരാൻ പാടില്ല. ഈ ലെവലിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഫെയിലായി. തേർഡ് ലെവൽ എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ലെവലിൻ്റെ മുകളിൽ വരികയും അവിടുന്ന് റീട്രേസ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഫോർത്ത് ലെവൽ. ഈ ഫോർത്ത് ABC ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 5 ലെവൽ ഉണ്ടാവും. ഈ ഒരു മൊമെൻ്റ് എത്രയാണോ നടന്നത് ഏകദേശം ആ ഒരു മൊമെൻ്റ് തന്നെയായിരിക്കും ഈ ഒരു ലെവലിൽ നിന്ന് ഫിഫ്ത്ത് വേവും മിക്കവാറും. അങ്ങനെ ഫിഫ്ത്ത് വേവിന് അങ്ങനെ ഒരു പ്രത്യേക റൂളായിട്ടല്ല, എന്നാലും നമുക്ക് പല സമയവും കാണാൻ പറ്റും 1 വേവ് എവിടെയാണോ അത് കണക്ക് 3 വേവ് കഴിയുന്നതും ഈ ഒരു ദൂരം ഉറപ്പായിട്ടും ഒരു 5 മിക്കവാറും മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ആണത്. അത് നമുക്ക് ചാർട്ടിൽ കാണാം. ഓക്കെ, ആ ഒരു ട്രെൻഡ് ഈ ഒരു ഡിഗ്രി പൂർത്തിയാവുമ്പോൾ നോർമലി നമ്മളുടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു മനോഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ട്രെൻഡ് നമുക്കുണ്ടാകുന്ന സമയത്ത് ഓൾറെഡി വന്ന ഒരു ട്രെൻഡ് ABC കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ട്രെൻഡ് ഉണ്ടാവുക. ഫസ്റ്റ് ട്രെൻഡ് ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. നമുക്കങ്ങനെ ഒരു ഹിൻഡ് കിട്ടില്ല. ആക്ച്വലി ഇത് ട്രെൻഡ് ചേഞ്ചായി, അടുത്ത ട്രെൻഡിൻ്റെ ഫസ്റ്റ് വേവ് ആണ് ഇതെന്ന് മനസ്സിലാവില്ല. സെക്കൻഡ്, ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ കണ്ടിന്യൂഷനാണ്, ഇത് പുൾ ബാക്ക് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യാതെ ഇതിൻ്റെ മുകളിൽ നിന്നും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റോ ആയിരിക്കും എപ്പോഴും സംഭവിക്കുക. ഇവിടെ വലിയ വലിയ ഗ്യാപ്പ് അപ്പുകളും FEG ഗ്യാപ്പും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് ടോട്ടലി നമുക്ക് അവിടെ ആ ഏരിയകളിൽ നിന്നും ട്രേഡ് എടുക്കാൻ കഴിയാതെ വരും. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടെ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവർ ഈ വരുന്ന ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടുന്ന് ഓപ്പോസിറ്റ് ട്രെൻഡ് സംഭവിച്ചിട്ട് ഈ ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവർ ABC കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ട്രെൻഡിൽ സെക്കൻഡ് വേവിൽ കയറും. കാര്യം ഇവിടുന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് അവിടുന്ന് ഒരുപാട് പേര് അങ്ങനെ എൻട്രി ആവുന്നവർ ഇവിടുന്ന് ഒരുപാട് പേര് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഈ ഒരു തേർഡ് വേവിൽ മാത്രം സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് അതിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്ന, സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു വേവാണ് തേർഡ് വേവ്. കറക്റ്റീവ് വേവ് എപ്പോഴും ഫോർത്തിലേക്ക് ABC ഇവിടെ ഉണ്ടാവും. ആ ABCയിൽ ഈ തേർഡ് കഴിഞ്ഞിട്ടുള്ള കറക്റ്റീവ് കുറച്ച് സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരിക്കും, വലിയ മൂവ്മെൻ്റ് ആയിരിക്കും. ഒരിക്കലും ഈ ലെവലിന് താഴേക്ക് പോകില്ല. അത് ഈ സ്ട്രക്ചറിൻ്റെ ഫെയിൽ ആയിരിക്കും. എന്നിട്ട് ഫിഫ്ത്ത് മൊമെൻറ്റം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക റൂളില്ല. നമുക്ക് ചിലപ്പോൾ ഈ ഒരു റേഞ്ച് തന്നെ ഇവിടെയും മുകളിലോട്ട് പോയി അവിടെ ഫിഫ്ത്ത് മൊമെൻറ്റം അവസാനിക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഡൈവർജൻസ് ആയിട്ടുള്ള RSIയോ MACDയോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫിഫ്ത്ത് മൊമെൻറ്റത്തിൽ നിന്ന് എവിടെ നിന്നും മാർക്കറ്റ് സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഫിബൊനാച്ചിയും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇമ്പൾസീവ് വേവിൽ ഈ 5 വേവ്സിൽ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണലി സബ് വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സബ് വേവ്സിൽ ഇത് പ്രൈമറി വേവ്. ഈ 5 വേവ്സിൽ ഇത് പ്രൈമറി വേവ് ആയിട്ട് കൂട്ടാം. അപ്പോൾ ഇതിൽ സബ് വേവ്സ് ആയിട്ടുള്ള 1, 2, 3, 4, 5 ഇത്തരത്തിൽ ഇതിൽ ഒരു 5 വേവ്സ് ഇതിലുണ്ടാവും. തിരിച്ച് ഒരു ABC കറക്ഷൻ വേവ് ഉണ്ടാവും. ഓക്കെ, അവിടുന്ന് മുകളിലേക്കുള്ള 5 വേവ്സ് ഉണ്ടാവും. ഓക്കെ, 5 തിരിച്ച് അവിടുന്ന് ABC
again 5 waves. ഈ 5 വേവ്സിൽ again ഒരു 5 വേവ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടലി ഇതെല്ലാം സബ് വേവ്സ് ആണ്. സബ് വേവ്സ് എന്ന് കൊടുക്കാം. ബാക്കി ഓക്കെ, സബ് മാക്രോ വേവ്സ് എന്ന് കൊടുക്കാം. പ്രൈമറി മൂവ് വേറെ, അത് മെയിനായിട്ടുള്ള മൂവ്, ഇത് അതിനകത്തുള്ള സബ് മാക്രോ മൂവ്സ് ആണ്. ഓക്കെ, അങ്ങനെ കൊടുക്കാം. 1 സെക്കൻഡ്. ഓക്കെ, അത് സബ് മാക്രോ മൂവ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ടോട്ടലി എത്ര മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഓരോ വേവ്സിലും, ഈ മോട്ടീവ് വേവ്സിൽ 1, 3, 5 ഇതിൽ ഓരോന്നിലും നമുക്ക് സബ് മൂവ്മെൻ്റ് ആയിട്ട് 5 മൂവ്മെൻറ്റ്സുകൾ വീതം ഉണ്ട്. അപ്പോൾ അത് ടോട്ടലി എത്ര മൂവായി? 15 മൂവ്സായി അല്ലേ? ഇതെല്ലാം സബ് മൂവ്മെൻറ്റുകളാണ്. ഇങ്ങനെയുള്ള സബ് മൂവ്മെൻറ്റുകൾ 15 മൂവ്മെൻറ്റ് അതിൽ വരുന്നുണ്ട്. ടോട്ടൽ മൂവ്മെൻറ്റുമായിട്ട് 5 മൂവ്മെൻറ്റ്, അതിനുള്ളിൽ 15 മൂവ്മെൻറ്റ്സ് മോട്ടീവ് മൂവ്മെൻറ്റിനകത്ത് മാത്രം, മോട്ടീവ് വേവ്സിനകത്ത് മാത്രം 15 എണ്ണം. കറക്റ്റീവ് മൂവ്മെൻറ്റ്സിനകത്തുള്ള ABC 3 മൂവ്മെൻറ്റ്, 3 to 4 ABC 3 മൂവ്മെൻറ്റ്, 3 6 മൂവ്മെൻറ്റ് ടോട്ടൽ ഈ ഒരു ഡിഗ്രിയിൽ ഉണ്ടാവും, ഒരു മോട്ടീവ് മൂവ്മെൻറ്റിനകത്ത് ഉണ്ടാവും. അതുപോലെ ഇനി എന്തുണ്ടാവും? ഇനി കറക്റ്റീവ് വേവ്സ് ഉണ്ടാവും അല്ലേ? കറക്റ്റീവ് വേവ്സിൽ ഓക്കെ, കറക്റ്റീവ് വേവ്സ് ഉണ്ടാവും. ഈ കറക്റ്റീവ് വേവ്സിനകത്ത് എത്ര മൊമെൻറ്റം വീതം ഉണ്ടാവും? ഇങ്ങനെ കറക്റ്റീവ് വേവ്സിനകത്തും 5 മൊമെൻറ്റം ഒരു സൈഡിലുണ്ടാവും. ABC ഉണ്ടാവും. ABC എവിടെ നിന്നാണ്? ഈ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ABC ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ കറക്റ്റീവ് ട്രെൻഡ് ആണെങ്കിലും ഈ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് 5 വേവ്സ് അടങ്ങിയത് തന്നെയാണ് ഈ ഇമ്പൾസീവ് മൂവ്. ഇമ്പൾസീവ് മൂവ് എപ്പോഴും 5 വേവ്സ് ഉള്ളതായിരിക്കും. കറക്റ്റീവ് വേവ്സ് എപ്പോഴും ABC ആയിരിക്കും. അതുപോലെ വീണ്ടും ഒരു 1 2 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 5 10 മൂവ്മെൻറ്റ് ഇവിടെയും 3 മൂവ്മെൻറ്റ് ഒരു ABCയിലും വരുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ വേവ് 1-നകത്ത് 5 വേവ്, കറക്റ്റീവ് വേവിനകത്ത് 3 വേവ്, അങ്ങനെ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡിഗ്രി എന്ന് പറയുന്ന മോട്ടീവ് വേവിനകത്ത് വരുന്നത് ടോട്ടൽ 21 മൂവുകളാണ് നമുക്ക് ഈ ഒരു വേവിനകത്ത് അപ്സൈഡ് മോട്ടീവ് വേവായിട്ട് കിട്ടുന്ന 15 മൂവ്സും കറക്റ്റീവ് വേവിനകത്ത് കിട്ടുന്ന 6 മൂവും കൂടെ ചേർത്തിട്ട് ഈ ഒരു ഡിഗ്രിക്കകത്ത് വരുന്നത് 21 മൂവ്സാണ്. അതുപോലെ തിരിച്ച് വരുന്ന കറക്റ്റീവ് വേവിനകത്ത്, ഇതിനകത്ത് വരുന്ന കറക്റ്റീവ് വേവിനകത്ത് ഇമ്പൾസ് വേവ് വരും. ആ ഇമ്പൾസ് വേവിനകത്ത് 5 വേവ്, 3 വേവ്, തിരിച്ച് 5 വേവ്, ടോട്ടൽ ഇതിനകത്ത് വരുന്ന 13 വേവ്സ്. ഈ 13 വേവ്സും 21 വേവ്സും കൂടെ ചേർന്നിട്ട് ടോട്ടൽ 34 വേവ്സാണ് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. 34 വേവ്സ് ടോട്ടൽ വരുന്ന എല്ലാ മൂവുകളും കൂടി ചേർത്തിട്ട് വരുമ്പോൾ 34 മൂവ്സ് ചേർന്നതാണ് ഒരു സൈക്കിൾ. ഇത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് അവിടുന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ റൂൾസ് എല്ലാം ഇതിൽ ആപ്ലിക്കബിൾ ആവുകയും വേണം. ഈ ഒരു 1-ന് താഴെ ഈ 2 ക്ലോസ് ആവാൻ പാടില്ല. ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ സ്ട്രക്ചർ. അത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള റൂൾസാണ് ഇലിയോട്ട് വേവ് തിയറിയുടെ. അപ്പോൾ അങ്ങനെയുള്ള റൂൾസുകൾ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതും അതെങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാമെന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും മാക്സിമം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ചാർട്ട് എടുത്തിട്ട് ചാർട്ടിനകത്ത് ഈ പാറ്റേൺസ് നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് കണ്ടെത്തുക. അതിനകത്ത് വലിയ ടൈം ഫ്രെയിമിൽ നോക്കുക. വലിയ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് മാക്സിമം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കിയിട്ട് മാക്സിമം പ്രാക്ടീസിൽ കൂടെ മാത്രമേ ഇത് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. ചാർട്ടുകൾ എത്രത്തോളം നോക്കാൻ പറ്റുമോ അത്രത്തോളം ചാർട്ടുകളിൽ നിന്ന് ഈ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇതിനകത്ത് QR കോഡ് കൊടുത്തേക്കാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി ഈ 34 വേവ്സിന് ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ള വേവ്സുകൾ കൗണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ തുടർന്ന് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.